നമ്മൾ ചേമ്പും മത്തിയും കൂടി എന്തോ ഉണ്ടാക്കുകയാണ്. നമ്മൾ ആസാമിലുള്ള എൻ്റെ ഫ്രണ്ടാണ്. ആ മത്തി എന്തോ കാട്ടി വെച്ചിട്ടുണ്ട്. ഇനി എന്താവാൻ കാട്ടാൻ പോകണമെന്ന് വഴിയാണ് അറിയാം. ചേമ്പ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇടും. ഇവരെ നാട്ടിൽ കപ്പ അധികം കഴിക്കാറില്ലല്ലോ. കപ്പ സീസണിൽ ഒരു തവണ മാത്രം കഴിക്കും. ഇതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. മീനിൻ്റെ കൂടെയൊക്കെ നമ്മളിവിടെ മീനിൻ്റെ കൂടെ കപ്പ കൂട്ടുന്ന മാതിരി അവരവിടെ ചേമ്പാണ് മീനിൻ്റെ കൂടെ അധികം കഴിക്കാറ് തോന്നുന്നു. ഞാൻ കപ്പ മീനിൻ്റെ കൂടെ കഴിക്കുന്നു പറഞ്ഞപ്പോൾ അവൻ അത്ഭുതം. മുളകും വെളുത്തുള്ളിയും ഒരു ഇഞ്ചിയും ഇട്ടിട്ട് ചതക്കിയാണ്. നമ്മുടെ നേരത്തെ മീനിൽ മഞ്ഞപ്പൊടി ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, മറ്റൊന്നും ഇട്ടിട്ടില്ല. അപ്പം മുളക് കുറച്ച് കൂടുതൽ ഇതിലുണ്ടാവും. അത് അരച്ച് അതിലേക്ക് ഇടുമ്പോൾ നല്ല എരിവും ഉണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. നമുക്ക് നോക്കാം. പൊടി ഇട്ട് അങ്ങനെ ചേമ്പിലേക്ക് മല്ലിപ്പൊടി ഇട്ട് ഗരം മസാല ഇടുന്നു. ഇനി ജീരകപ്പൊടി ഇടും. ഉപ്പ്, മഞ്ഞൾപ്പൊടി കുറച്ചിടുന്നു. അപ്പോൾ അത് റെഡി. മുളക് പൊടി ഇടൂലേ? മുളക് പൊടി ഇല്ലാതൊന്നുമില്ല. മുളക് പൊടിയോട് ആസാമുകാർക്ക് എന്തോ അലർജിയാണ് തോന്നുന്നു. പൊട്ടിത്തെറിക്കോ? ഓടേണ്ടി വരുമോ? എല്ലാ മീനും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് മിക്സാക്കിയ നല്ല ഫ്രഷ് മത്തിയാണ്. ഇതിലേക്ക് എടുത്ത് വറുത്തെടുക്കുന്നുണ്ട്. ഇനി എന്താണാവോ? അങ്ങനെ മത്തി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് എന്ത് തേങ്ങയാണാവോ ഇടാൻ പോണത്? മത്തി റെഡിയായ സാധനം എന്താണ്? റെഡി. ഇത് നമ്മുടെ മുളകും വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ആ എണ്ണയിലേക്ക് തന്നെ ഇട്ടിട്ട് ലേശം വറുക്കുകയാണ്. അങ്ങനെ മുളക് വറുത്ത് റെഡിയായി വരുന്നുണ്ട്. എന്താ കളർ, എന്താ മണം! അതിലേക്ക് നമ്മൾ നേരത്തെ വെച്ച സാധനം മൊത്തത്ത് എന്തൊക്കെയാണെന്ന് അറിയാലോ. ചേമ്പ്, ഗരം മസാല ഒക്കെ ഇട്ടിട്ട് ജീരകപ്പൊടിയും ഇതായിട്ട് എല്ലാ കറിയിലും ജീരകപ്പൊടി ഇടും കേട്ടോ. ആസാമിൽ ഒരു പ്രത്യേകതയാണ് തോന്നുന്നത്. ഈ ചേമ്പ് ഇതൊക്കെ മുളകൊക്കെ മിക്സാക്കി വരുന്നുണ്ട്. ഇനി എന്താണോ ആവുക. ഇനി അത് കഴിഞ്ഞിട്ട് മത്തി ഇടുമോ, ഒരുമിച്ചിടാണോ? വായിൽ വെള്ളം വരുന്നുണ്ട്. ഇതിപ്പോൾ ഏകദേശമായി. ഇനി ഇതിലേക്ക് ലേശം വെള്ളം ചേർക്കുന്നുണ്ട്. ഈ വെള്ളം ചേർക്കലിൽ നമ്മളും ആസാംകാരും ഒരേ ആൾക്കാരാട്ടോ. ഒന്ന് മൂടി വെക്കുകയാണോ? സോറി മൂടി വെച്ചിട്ടോ. ഓക്കെ. ഇനി ഇതിലേക്ക് മത്തി ഇടുന്നുണ്ട്. ഇതിന് ഒരു കഷ്ണം മത്തി ഞാൻ എടുക്കുന്നുണ്ട്. എങ്ങനെ ഉണ്ടെന്ന് നോക്കണ്ടേ? ഈ മത്തി ഞാൻ തന്നു. അടിപൊളിയാ. അങ്ങനെ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. കറിയോ സുഹൃത്തുക്കളെ, പൂളയും മത്തിയും കേരള സ്റ്റൈലിൽ വെക്കുന്ന പോലെ ചേമ്പും മത്തിയും വെച്ചതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതെന്തോ കറിയാണ് കേട്ടോ, ചേമ്പ് മത്തി കറി. അങ്ങനെ ആ കറി റെഡിയായി. ഞാൻ കഴിക്കാൻ നിൽക്കുകയാണ് ആ ചൂടിലേക്ക്. എന്താണ് ആ കറി ഇങ്ങനെ കൂട്ടിയിട്ടൊന്ന് കൂട്ടി നോക്കട്ടെ. മത്തിയും വെച്ചിട്ട് ചേമ്പ് കറി, മത്തിച്ചേമ്പ് കറി ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. പൊളി സാധനം.